ജേണി ഓഫ് ലവ്. രചന നിലാവിൻ്റെ കൂട്ടുകാരി. അവതരണം സാലിം കരുളായി. അന്ന് സന്ധ്യയ്ക്ക് എന്ത് കാവൽ വിളക്ക് വെക്കാൻ പോയപ്പോൾ കൂടെ ആരുവിനെയും കൂട്ടിയിരുന്നു. കോവിലകം സ്ഥിതി ചെയ്യുന്ന പറമ്പിലൊരു സൈഡിലായിട്ടാണ് കാവുള്ളത്. കാവിലെത്തിയതും ആരുവിൻ്റെ കണ്ണുകൾ വിടർന്നു. സിനിമയിൽ മാത്രമേ ആരും അതുപോലുള്ള കാവുകൾ കണ്ടിരുന്നത്. ആരുവിന് അവിടെ നന്നായി ഇഷ്ടമായിരുന്നു. എന്ത് ഭംഗിയാമ ഇവിടെയൊക്കെ കാണാൻ. ശരിക്കും ഞാനിങ്ങനെയുള്ള കാവൊക്കെ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളൂ. ആരും അതിശയത്തോടെ ചുറ്റും നോക്കി ഇന്ദുവിനോട് പറഞ്ഞു. ഇവിടെ പാമ്പുണ്ടോമേ? നിലത്ത് വീണ് കിടന്ന പാലപ്പൂ കൊടുത്ത് മണത്ത് ആര് ചുറ്റുമുള്ള വലിയ വലിയ മരങ്ങളും വള്ളിപ്പടർപ്പൊക്കെ നോക്കി ഇന്ദുവിനോട് ചോദിച്ചു. ഒരു ഉഗ്രവിഷമുള്ള നാഗയുണ്ട്. ആരെയും കടിച്ചിട്ടൊന്നുമില്ല. കൽവിളക്കിലേക്ക് എണ്ണ പകർത്ത് തിരിയിട്ട് കൊണ്ട് എന്തു പറഞ്ഞത് കേട്ട് ആര് ചുറ്റും നോക്കി. ഹോർമൂവൊക്കെ എടുക്കാൻ പറ്റിയ പ്ലേസ്. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. കയ്യിൽ പാലപ്പൂവും മുടിയിൽ തിരികെ വെച്ചുകൊണ്ട് ആര് പറഞ്ഞു. പണ്ട് കുഞ്ഞായിരുന്നപ്പോൾ മാഹിക്കുട്ടിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഇതായിരുന്നു. എന്തെങ്കിലും കുറുമ്പൊപ്പിച്ചാലോ സന്തോഷം വന്നാലൊക്കെ അവൻ ആദ്യം ഓടിയത് എവിടെയായിരുന്നു? എന്തു പണ്ടത്തെ ഒരു കാര്യം ആലോചിച്ച് ചിരിയോടെ പറഞ്ഞു. മഹിയുടെ കാര്യമായതുകൊണ്ട് ആരെങ്കിലും കേൾക്കാൻ വലിയ ഇൻട്രസ്റ്റ് ഒന്നും തോന്നിയില്ല. അമ്മേ, എന്ന് ഞാൻ വിളക്ക് വെച്ചോട്ടെ? എന്ത് ഇപ്പോഴും മഹിപുരാണം നിർത്താത്തത് കണ്ട് ആര് വേഗം വിഷയം മാറ്റാൻ വേണ്ടി ചോദിച്ചു. അതിനെന്താ, മോള് തന്നെ വിളക്ക് വെച്ചോ. ഇന്ദു കയ്യിലുള്ള തിരിയിട്ട് കത്തിച്ച് ചിരത് ആരുവിൻ്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്ത് അവിടെ വിളക്ക് വെച്ച് പ്രാർത്ഥിച്ച് അവർ കോവിലകത്തേക്ക് തിരിച്ചു വരുമ്പോഴാണ് ഉമ്മറത്ത് ദേശത്തിൽ നിൽക്കുന്ന മഹിയെ ആരുവും ഇന്ദുവും കണ്ടത്. പതിവില്ലാതെ ഈ സമയത്ത് മഹിയെ കണ്ട് ഇന്ദു നാം വരുന്നു. ഡീ, നീ എന്തിനടി കണ്ടി കണവുമാടൊക്കെ കൂടെ തെണ്ടാൻ പോയത്? മഹി ഇന്ദുവിനൊന്ന് രൂക്ഷമായി നോക്കി ആരുവിനോട് ദേഷ്യത്തിൽ ചോദിച്ചു. ഞാൻ അമ്മയുടെ കൂടെ കാവ് വരെ പോയതാ. മഹി പറഞ്ഞത് ഇഷ്ടപ്പെടാതെ ആരു ദേഷ്യത്തിൽ അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ഏത് വകയിലാണ് ഈ സ്ത്രീ നിനക്ക് അമ്മയാകുന്നത്? ആരു പറഞ്ഞത് കേട്ട് മഹി ദേഷ്യത്തിൽ ചോദിച്ചു. അത് നിങ്ങളെ ബോധിപ്പിക്കേണ്ട ആവശ്യം എനിക്കില്ല. ആരും വിട്ടുകൊടുക്കാൻ താല്പര്യമില്ലാത്ത രീതിയിൽ ദേഷ്യത്തിൽ തന്നെ പറഞ്ഞു. ഡേയ്! മഹി ദേഷ്യത്തിൽ ആരുവിന് നേരെ ചീറിയതും ആരൊരു കൂസലില്ലാതെ അവിടെ തന്നെ നിന്നു. മായിക്കുട്ട, വേണ്ട. ഇതിൻ്റെ പേരിൽ നിങ്ങൾ വഴക്കിടണ്ട. ഞാൻ വിളിച്ചിട്ടാ മോളെൻ്റെ കൂടെ വന്നത്. ഇരുവരും തമ്മിൽ വഴക്കടിക്കാൻ ഒരുങ്ങുന്നത് കണ്ട് ഇന്ദു പറഞ്ഞു. നിങ്ങളോട് ഞാനൊന്നും ചോദിച്ചില്ല. ഞാൻ സംസാരിക്കുന്നത് എൻ്റെ ഭാര്യയോടാ. മഹി ഇന്ദുവിനോട് ദേഷ്യത്തിൽ പറഞ്ഞതും ഇന്ദു മഹിയൊന്ന് വിഷമത്തിൽ നോക്കി ഉള്ളിലേക്ക് കയറിപ്പോയി. എന്ത് നോക്കി നിൽക്കുവാടി? വേഗം പോയി ഒരുങ്ങി വാ. തന്നെ ദേഷ്യത്തിൽ നോക്കുന്ന ആരുവിനെ നോക്കി മഹി ശബ്ദം കടുപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ഞാനങ്ങും വരുന്നില്ല തൻ്റെ കൂടെ. ഈർഷ്യയോട് ആര് പറഞ്ഞു. നീ വരും, ഇല്ലേ തൂക്കെടുത്ത് കൊണ്ടുപോയി ഞാൻ. മഹി ശബ്ദം കടുപ്പിച്ച് ആരുവിനോട് പറഞ്ഞതും ആരുവൻ പറഞ്ഞ പോലെ ചെയ്താലൊന്ന് പേടിച്ച് അവനെ നോക്കി പല്ല് കടിച്ച് ചവിട്ടിത്തുള്ളി റൂമിലേക്ക് പോയി. ആര് റൂമിലെത്തി ഷെൽഫിൽ നിന്നും ഒരു ഓറഞ്ച് കളറിൽ സിൽവർ വർക്ക് വരുന്നൊരു സാരിയും എടുത്ത് ഫ്രഷ് ആക്കാൻ കയറിപ്പോയി. കുറച്ച് കഴിഞ്ഞ് മഹി റൂമിലേക്ക് കയറി വരുമ്പോൾ കാണുന്നത് സാരി എടുത്ത് റെഡിയായി കണ്ണാടിക്ക് മുന്നിൽ മൂടി ചൂക്കി നിൽക്കുന്ന ആരുവിനെയാണ്. സാരിക്കിടയിലൂടെ കാണുന്ന ആരുവിൻ്റെ കുഞ്ഞു വെളുത്ത വയറിലേക്ക് മഹിയുടെ നോട്ടം ചെന്നെത്തിയതും ആഴമുള്ള അവളുടെ പോക്കിൽ ചുഴി കണ്ടതും മഹിയുടെ കണ്ണുകൾ വിടർന്നു. മഹിയുടെ നോട്ടം കണ്ട ആരു ദേഷ്യത്തിൽ വയറിൽ നിന്ന് സ്ഥാനം മാറിക്കിടക്കുന്ന സാരി നേരെ പിടിച്ചിട്ടതും തൻ്റെ കണ്ണുകളുടെ രസം മുറിഞ്ഞ ദേഷ്യത്തിൽ മഹി ആരുവിനെ കൂർപ്പിച്ച് നോക്കി. ഡേയ്, എൻ്റെ മുന്നിൽ കിടന്ന് വല്ലാതെ ഷോ ഇറക്കാറുണ്ടല്ലോ. പൊന്നുമോളെൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കൂട്ടേ. പിന്നെ എൻ്റെ മുന്നിൽ ഇങ്ങനെ പൊതിഞ്ഞു കെട്ടി നടന്നാലും എനിക്ക് കാണാൻ തോന്നിയ ഇതൊന്നും എനിക്കൊരു പ്രശ്നം തന്നെയല്ല. ഞാൻ നിന്റെ ഭർത്താവാ. അതുകൊണ്ട് നിന്നിൽ എനിക്ക് എന്തിനുള്ള അവകാശമുണ്ട്? ആരുവിന് അവളുടെ നഗ്നമായ അടുപ്പിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ച് അവളുടെ കഴുത്തിൽ തെളിഞ്ഞു കാണുന്ന നീല നിറത്തിലുള്ള ഞരമ്പിൽ അമർത്തി ചുംബിച്ച് മഹി പറഞ്ഞു. അത് നടക്കില്ല. ഈ ജന്മം ഞാൻ നിങ്ങളെൻ്റെ ഭർത്താവായിട്ട് അംഗീകരിക്കില്ല. എനിക്ക് നിങ്ങൾ അത്രയ്ക്ക് വെറുപ്പാ. മഹി പറഞ്ഞത് കേട്ട് ആര് വെറുപ്പോടെ അതിലുപരി ദേഷ്യത്തോടെ അവനെ തള്ളി മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. നീ എന്നെ സ്നേഹിക്കണമെന്നും എനിക്ക് നിർബന്ധമല്ല. എൻ്റെ ആവശ്യങ്ങൾ നടക്കാൻ വേണ്ടി മാത്രം ഞാൻ നിന്നെ എൻ്റെ ഭാര്യയാക്കി കെട്ടിക്കൊണ്ട് പോന്നത്. നിന്നെ പോലൊരുത്തി വീട്ടിലുണ്ടാകുമ്പോൾ ആരെയും തേടി പുറത്തു പോകേണ്ട ആവശ്യമില്ലല്ലോ. ആര്യവിനെ അടിപൊളി നോക്കി വഷളൻ ചിരിയോട് അത്രയും പറഞ്ഞ് മഹി അവളുടെ തുടുത്ത ആദരങ്ങളിൽ അമർത്തി മുത്തി അവളിലെ പിടിയയച്ച് തോർത്തുമെടുത്ത് ബാത്റൂമിലേക്ക് കയറിപ്പോയി. വൃത്തികെട്ടവൻ! ആര് ദേഷ്യം സഹിക്കവയ്യാതെ കയ്യിലുള്ള ചീർപ്പ് നിലത്തേക്ക് എറിഞ്ഞുകൊണ്ട് ചുണ്ടമർത്തി തുടച്ച് ബെഡിൽ പോയിരുന്നു. നീ എന്തൊക്കെ പറഞ്ഞാലും വേണ്ടില്ല, ഇന്നിവിടെ നിൽക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. ദേവൻ ശ്രേയയ്ക്ക് നേരെ ശബ്ദമുയർത്തിക്കൊണ്ട് പറഞ്ഞു. നോക്ക് ശ്രേയ, എൻ്റെ വീട്ടുകാരെ നിർബന്ധിച്ചത് കൊണ്ട് മാത്രം ഞാനിങ്ങോട്ട് വരാൻ തയ്യാറായത്. പക്ഷെ ഇവിടെ നിൽക്കാനൊന്നും എന്നെ കിട്ടില്ല. ഞാൻ പോവാ. പിന്നെ
ഞാനിവിടുന്ന് പോകുന്ന വിവരം നീ എന്നെ വീട്ടിലറിയിച്ചാൽ അനുഭവിക്കാൻ പോകുന്നത് നീ തന്നെയാകും. ദേവൻ തന്നെ തടയാൻ ശ്രമിച്ച ശ്രേയയെ നോക്കി രൂക്ഷമായി അതും പറഞ്ഞ് റൂമിന്റെ ഡോറും തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയതും കാണുന്നത് നിറകണ്ണുകളോടെ നിൽക്കുന്ന ദേവുവിനെയാണ്. ഏട്ടാ, തന്നെ കണ്ടിട്ടും മൈൻഡ് ചെയ്യാതെ പോകുന്ന ദേവനെ കണ്ട് ദേവ് സങ്കടത്തിൽ വിളിച്ചതും ദേവൻ നടത്തം തെറ്റി തിരിഞ്ഞ് ദേവുവിനെ നോക്കി. ഏട്ട റൂമിൽ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു. ഏട്ടനിപ്പോൾ ഇവിടെ നിന്ന് പോകരുത് പ്ലീസ്. ദേവു അപേക്ഷയോട് ദേവനോടായിട്ട് പറഞ്ഞു. പറ്റില്ല, എനിക്ക് പോയേ പറ്റൂ. പ്ലീസ് ഏട്ടൻ പോകരുത്. എനിക്ക് വേണ്ടി ഇന്നിവിടെ നിന്നൂടെ? നിനക്ക് വേണ്ടിയാ ദേവു നെഞ്ചിൽ ഞാൻ കൊണ്ടു നടന്നവൾ ഒഴിവാക്കി നിങ്ങളൊക്കെ പറഞ്ഞവളെ തന്നെ താലി കെട്ടി തലയിൽ കൊണ്ടുവച്ചത്. ഇനിയും നിനക്ക് വേണ്ടി വീർപ്പുമുട്ടാൻ എനിക്ക് പറ്റില്ല. ഞാനും ഒരു മനുഷ്യനാ ദേവു. എനിക്കുണ്ട് ഹൃദയവും ആഗ്രഹങ്ങളും. അല്ലാതെ നിന്റെയൊക്കെ ജീവിതത്തിന് വേണ്ടി ഒഴിഞ്ഞിട്ടൊരു ജീവനല്ല ഞാൻ. ദേവൻ ദേഷ്യം സഹിക്കവയ്യാതെ ദേവുവിന് നേരെ പൊട്ടിത്തെറിച്ചതും ദേവു നിറകണ്ണുകളോട് ഉള്ളു നിറഞ്ഞ കുറ്റബോധത്തോടെ തലതാഴ്ത്തി നിന്നു. ദേവന് ഇനിയും പലതും പറയണമെന്നുണ്ടെങ്കിലും ദേവുവിനെ നൃത്തം കണ്ട് ദേവൻ സ്വയം മടക്കി നിർത്തി മുന്നോട്ട് നടന്നതും പെട്ടെന്നാണ് ദേവു ഓടി വന്ന് ദേവന്റെ കാലിൽ വീണത്. പ്ലീസ് ഏട്ടാ, ഞാൻ കാല് പിടിക്കാം. ഇന്ന് പോകല്ലേട്ടാ. ഏട്ടൻ പോയ ആ പഴി ഞാനും വയറ്റി കിടക്കുന്ന ഒന്നും അറിയാതെ എൻ്റെ കുഞ്ഞും കേൾക്കേണ്ടി വരിക. പ്ലീസ് ഏട്ടാ. ദേവന്റെ കാല് പിടിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞതും അവളുടെ കരച്ചിൽ കണ്ട് ദേവന്റെ ഉള്ളം പൊങ്ങി. എത്രയൊക്കെയായാലും തൻ്റെ പെങ്ങളുടെ കണ്ണുനീര് ദേവന് താങ്ങാൻ പറ്റില്ല. ഇനി ഞാൻ കാരണം നീ ആരുടെയും പഴി കേൾക്കണ്ട. ദേവുവിനെ പിടിച്ചെണീപ്പിച്ച് അവളുടെ കണ്ണുനീര് തുടച്ചു കൊടുത്ത് ദേവൻ പുറത്തെ ബാൽക്കണിയിലേക്ക് പോയതും സന്തോഷത്തോടെ മിഴികൾ അമർത്തി തുടച്ച് ദേവും അവന് പിന്നാലെ ബാൽക്കണിയിലേക്ക് പോയി. തനിക്ക് പരിചിതമായ റോഡിലൂടെ മഹിയുടെ താറ് വേഗത്തിൽ മുന്നോട്ട് സഞ്ചരിക്കാൻ തുടങ്ങിയതും ആരുവിന്റെ മുഖം സംശയത്തിൽ ചുളുങ്ങി. എങ്ങോട്ടായി പോകുന്നത്? ആരു മഹിയെ നോക്കി സംശയത്തിൽ ചോദിച്ചുവെങ്കിലും മഹി ആരുവിന്റെ ചോദ്യം കേൾക്കാത്തതുപോലെ ഡ്രൈവിംഗിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചതും ദേഷ്യം കൊണ്ട് ആരുവിന്റെ മുഖം ചുവന്നതെടുത്തു. ഡോ, തന്നോടായി ചോദിക്കുന്നത്? തനിക്കെന്താ ചെവി കേട്ടൂടെ ചെകുത്താനെ? ആര് ദേഷ്യത്തിൽ മഹിക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് ചോദിച്ചതും ആര് അവസാനം വിളിച്ചത് കേട്ട് മഹി അവളെ ദേഷിച്ച് നോക്കി. എന്താണ് നോക്കി പേടിപ്പിക്കുന്നത്? മര്യാദക്ക് പറഞ്ഞോ, എങ്ങോട്ടാ എന്നെ കൊണ്ടുപോകുന്നത്? ആര് ദേഷ്യത്തിൽ പറഞ്ഞു കേട്ട് മഹിയൊന്നും പറയാത്തത് കൊണ്ട് ആര് കാലിപ്പിൽ മുഖവും തിരിച്ച് പുറത്തിരട്ടിലേക്ക് മിഴികൾ നട്ടിരുന്നു. കുറച്ചു കഴിഞ്ഞതും മഹിയുടെ താറ് തൻ്റെ വീടിന് മുന്നിൽ ബ്രേക്ക് ഇട്ട് നിന്നതും ആരുവിൻ്റെ മുഖമൊന്ന് വിടർന്നുവെങ്കിലും അവിടെയുള്ളവരെ ഓർത്തപ്പോൾ ആരുടെ മുഖം ഇരുണ്ടു. എന്തിനാ ഇങ്ങോട്ട് വന്നത്? ആര് മഹിയെ നോക്കി പല്ല് കടിച്ചുകൊണ്ട് ചോദിച്ചു. ഇങ്ങോട്ട് പോരാൻ തോന്നി, അതുകൊണ്ട് വന്നു. മഹി ഒരു കൂസലില്ലാതെ പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. ചെകുത്താൻ! മഹിയെ നോക്കി പതിയെ വിളിച്ച് ആരുവും പുറത്തേക്ക് ഇറങ്ങി. ഇനിയും അവിടെയുള്ളവരൊക്കെ കാണേണ്ടതോർത്ത് ആരുവിൻ്റെ ഉള്ളിൽ വല്ലാത്ത വിമിഷ്ടം തോന്നി. മോളെ! പെട്ടെന്നാണ് മാലതി ഓടി വന്ന് ആരുവിനെ കെട്ടിപ്പിടിച്ചത്. സുഖാണോ എൻ്റെ കുട്ടിക്ക്? മഹി കാണാൻ വേണ്ടി ആരുവിനോട് സ്നേഹം അഭിനയിച്ച് അവളുടെ കവളിൽ തഴുകിക്കൊണ്ട് മാലതി ചോദിച്ചതും ആരുള്ളിലെ അമർഷം അടക്കി കനത്തിലൊന്ന് മൂളി തൻ്റെ ശരീരത്തിലുള്ള അവളുടെ കൈകൾ എടുത്തു മാറ്റി. ഇവിടെ നിൽക്കാതെ മോനെ വിളിച്ച് അകത്തേക്ക് വാ മോളെ. മാലതി അതും പറഞ്ഞ് അവളുടെ കയ്യിൽ പിടിച്ച് അകത്തേക്ക് നടന്നു. ആരുവിൻ്റെ കയ്യിൽ പിടിച്ച് ഉള്ളിലേക്ക് നടക്കുമ്പോൾ മാലതിയുടെ കണ്ണുകൾ ഉടക്കി നിന്നത് അവളുടെ കയ്യിൽ കിടക്കുന്ന വളയിലായിരുന്നു. ആ വന്നോ? കുറേ നേരമായി ഞങ്ങൾ നോക്കിയിരിക്കായിരുന്നു. സീറ്റ് റോഡിലേക്ക് വന്നുകൊണ്ട് ആരുവിനൊന്ന് അടിപൊളി ഒഴിഞ്ഞു നോക്കിക്കൊണ്ട് ജയൻ പറഞ്ഞു. ആരുവിന് മാലതിയുടെയും ജയന്റെയും ഓവർ കെയറിങ്ങും വല്ലാതെ വീർമുട്ടിക്കാൻ തുടങ്ങിയതും അവിടെ നിന്ന് ഓടിപ്പോകാൻ തോന്നിയവൾക്ക്. ഒപ്പം മാലതിയുടെ സ്നേഹത്തോടെയുള്ള സൽക്കാരം കണ്ട് ഉള്ളിൽ സംശയങ്ങൾ മുളപൊട്ടി. ആര് വന്നത് അറിഞ്ഞുവെങ്കിലും അവളോടുള്ള ദേഷ്യം കാരണം ശ്രേയ അവളുടെ മുന്നിൽ പോകാതെ റൂമിൽ തന്നെ കഴിച്ചുകൂട്ടി. എങ്കിലും ദേവൻ അവർ വന്നതൊന്നും അറിയാതെ ബാൽക്കണിയിൽ തങ്ങളുടെ പഴയകാല ഓർമ്മകളിൽ തന്നെയായിരുന്നു. ആരൂസേ! പെട്ടെന്ന് ഷാരോണിന്റെ ശബ്ദം കേട്ടതും ആര് തിരിഞ്ഞു നോക്കി. അവനെ കണ്ടതും ആര് ഓടിപ്പോയി ഷാരോണിന് ഇറുകെ പുണർന്ന് അവനെ നെഞ്ചിലേക്ക് മുഖം പൊഴുത്തുമ്പോൾ ആരുവിന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. സുഖാണോ ആരൂസേ നിനക്ക്? സുഖാണേട്ടാ. തിരിച്ച് ആരുവിനെ പുണർന്നുകൊണ്ട് ഷാരോൺ ചോദിച്ചു. ഈ കാഴ്ച കണ്ടതും മഹിയുടെ മുഖം ദേഷ്യത്തിൽ വലിഞ്ഞു മുറുകി. കണ്ണുകളിൽ ചുവപ്പ് പടർന്നു. ഒപ്പം വെല്ലുകൾ കയ്യിലുള്ള ജ്യൂസ് ഗ്ലാസ്സിൽ മുറുകിയതും ഗ്ലാസ് പൊട്ടി കുപ്പിച്ചില്ലുകൾ മഹിയുടെ വലത്തെ കയ്യിലെ ഉള്ളങ്കയിൽ തെറഞ്ഞു കയറി രക്തം പൊടിഞ്ഞു. അയ്യോ! അത് കണ്ടത് മാലതി ഒച്ച വെച്ച് പോയി. സൂക്ഷിക്കണ്ടേ മഹി, കൈ മുറിഞ്ഞല്ലോ. വാ ഹോസ്പിറ്റലിൽ പോകാം. മഹിയുടെ കൈപ്പത്തിയിൽ നിന്ന് രക്തം കിനിയുന്നത് കണ്ട് ജയൻ പറഞ്ഞു. വേണ്ട. ആരു ഷാരോണിനെ കെട്ടിപ്പിടിച്ച കുശുമ്പും ദേഷ്യമൊക്കെ ആയതും മഹി ദേഷ്യത്തിൽ മുരണ്ടു. മോളെ പോയി മരുന്ന് വെച്ച് കൊടുക്ക്, രക്തം വരുന്നത് കണ്ടില്ലേ?
മാലതി മുഖത്ത് വിഷമം വരുത്തി ആരിഫിനോട് പറഞ്ഞതും അവിടെ എല്ലാവരും ഉള്ളത് കൊണ്ട് തന്നെ എതിർത്തൊന്നും പറയാതെ ആര് ഷാരോണിൽ നിന്ന് മടന്നു മാറി ഷാരോണിന്റെ പിറകിൽ നിൽക്കുന്ന ദേവുവിന് ഒരു ചിരി നൽകി മുകളിലുള്ള അവളുടെ റൂമിലേക്ക് കയറിപ്പോയി. ചെല്ലു മോനെ, മോള് മരുന്ന് വെച്ച് തരും. മാലതി പറഞ്ഞത് കേട്ടതും മഹി ഉള്ളിലെ ദേഷ്യം അടയ്ക്കുന്നിട്ട് ഷാരോണെന്ന് നോക്കി ആരിഫിന്റെ പിറകെ പോയി. ദാ വേണേ മരുന്ന് വെച്ചോ. മഹി റൂമിലേക്ക് കയറി വന്നതും ആര് ഷെൽഫിൽ നിന്നും ഫസ്റ്റ് എയ്ഡ് ബോക്സ് എടുത്ത് ടേബിളിൽ വെച്ച് മഹിയോട് പറഞ്ഞ് പോകാൻ നിന്നതും മഹി ആരിഫിന്റെ കൈ പിടിച്ചു. ഓ, തനിക്ക് എന്താ ഭ്രാന്താണോ? എന്റെ കൈ വേദനിക്കുന്നു. എവിടേക്കാണ് ഈ ഓടിപ്പോകുന്നത്? നിന്റെ മറ്റവൻ ഇവിടെ ഉണ്ടല്ലോ, അവനെ കാണാനാണോ ഈ തിടുക്കം? ആരിഫിനെ മുറുകെ പിടിച്ച് അവൾ തന്നോട് വലിച്ചടിപ്പിച്ച് ആരിഫിന്റെ മുഖത്തിന് നേരെ മുഖം അടുപ്പിച്ചുകൊണ്ട് മഹി ചോദിച്ചു. ആണെങ്കിൽ തനിക്കെന്താ? ഞാൻ എനിക്ക് ഇഷ്ടമുള്ളവരെ കാണാൻ പോകും. അതൊന്നും നിങ്ങൾ അന്വേഷിക്കേണ്ട കാര്യമില്ല. ആരും മഹിയെ നോക്കി വീറോടെ പറഞ്ഞതും മഹിയുടെ കൈകൾ കൂടുതൽ ശക്തിയിൽ ആരിഫിൽ മുറുകി. ഞാൻ അന്വേഷിക്കേണ്ട കാര്യം ഉണ്ടടി, കാരണം നീ എൻ്റെ ഭാര്യ. ഭാര്യ? എനിക്ക് തന്നെ കാണുന്നത് പോലും വെറുപ്പാ. ഒരിക്കലും ഞാൻ നിങ്ങളൊരു ഭർത്താവായിട്ട് അംഗീകരിക്കില്ല. നീ എന്നെ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും വിടില്ല. ഈ താലി നിന്റെ കഴുത്തിൽ ഉള്ളിടത്തോളം കാലം നിന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാനാകും. മഹി പറഞ്ഞത് കേട്ട് ആര് ദേഷ്യത്തിൽ അവനൊന്ന് നോക്കി തൻ്റെ കയ്യിലുള്ള മഹിയുടെ പിടിയേൽക്കാൻ നോക്കി. ആരിഫിന്റെ വേദന കൊണ്ട് ചുവന്ന മുഖം കണ്ടതും മഹി അവളുടെ കയ്യിലെ പിടിവിട്ട് ബെഡിൽ പോയിരുന്നു. അവിടെ നിൽക്കാതെ ഇവിടെ വന്ന് മരുന്ന് വെക്കടി. മഹി പിടിച്ചു നേരിച്ച് തന്റെ കൈ ഒഴിഞ്ഞു നിൽക്കുന്ന ആരിഫിനെ നോക്കി ഒച്ച വെച്ചതും ആരും മനസ്സിൽ എന്തൊക്കെയോ കണക്ക് കൂട്ടി ഫസ്റ്റ് എയ്ഡ് ബോക്സ് എടുത്ത് മഹിക്കരികിൽ വന്നിരുന്ന് അവന്റെ മുറിവ് പറ്റിയ കയ്യിൽ മരുന്ന് വെച്ച് കൊടുക്കാൻ തുടങ്ങി. കിട്ടിയ അവസരമായതുകൊണ്ട് ആരും നന്നായി വേദനിപ്പിക്കുന്ന രീതിയിൽ തന്നെ മഹിയുടെ കൈ ക്ലീൻ ചെയ്ത് മരുന്ന് വെച്ച് കൊടുത്തു. മുറിവ് ഡ്രസ് ചെയ്ത് കഴിഞ്ഞ് ആരും ബെഡിൽ നിന്ന് എണീക്കുന്നതിനിടയിൽ അറിയാത്ത പോലെ മഹിയുടെ മുറിഞ്ഞ കയ്യിൽ അമർത്തി പിടിച്ചതും അതുവരെ വേദന കടിച്ചു പിടിച്ചിരുന്ന മഹി വേദന സഹിക്കവയ്യാതെ എണീറ്റ് പോകാനാണ് ആരിഫിനെ പിടിച്ചു വലിച്ച് തന്റെ മടിയിലേക്കിട്ട് ഞൊടിയുടെ നേരം കൊണ്ട് ആരിഫിന്റെ ചുണ്ടുകളെ കടിച്ചെടുത്ത് തന്റെ വായ്ക്കകത്താക്കിയതും പെട്ടെന്നായതുകൊണ്ട് ആരിഫിന്റെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു. മഹി തന്റെ ദേഷ്യവും വേദനയും എല്ലാം ആരിഫിന്റെ ചുണ്ടുകളിൽ തീർക്കാൻ തുടങ്ങിയതും ആരിഫിന്റെ കൈകൾ മഹിയുടെ മുതുകിലും ഷോൾഡറിലുമായി മുറുകി. മഹി അവളുടെ മേൽചുണ്ടും കീഴ്ചുണ്ടും ഒരുപോലെ നുണഞ്ഞു. അവൻ നാവുള്ളിൽ കടത്തി ആരിഫിന്റെ നാവിനെ കൊരുത്തു വലിച്ച് നാവുകൾ തമ്മിൽ നാഗങ്ങളെപ്പോലെ എണ്ണ ചേർന്നു. ആര് കുതറിമാറാൻ നോക്കിയെങ്കിലും മഹിയുടെ ബലത്തിന് മുന്നിൽ അവൾക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അവസാനം ചുംബനം മുന്നേറി ഇടയിൽ അവന്റെ കൈകൾ ദിശമാറി സാരിക്കടയിലൂടെ അവളുടെ മാറിൽ വന്ന് മുറുകിയതും ആരൊന്ന് പിടഞ്ഞ് മഹി ഇറുകെ പിടിച്ചു. അവളിലെ മൃദുലത അവനെ കൂടുതൽ ത്രസിപ്പിച്ചിരുന്നു. മഹിയുടെ കൈകൾ ആരിഫിന്റെ മാറുകളെ ഞൊടിച്ചുടച്ച് താഴേക്ക് പോയി. അവളുടെ പുകിൽച്ചൂടിയിൽ ആഴമളന്നതും ആരവിന്റെ വിരലിൽ നഖങ്ങൾ മഹിയുടെ മുതുകിലും ഷോൾഡറിലുമായി പോറൽ വീഴ്ത്തി. വായിൽ രക്തച്ചു പറഞ്ഞിട്ടും അവളുടെ ചുണ്ടുകൾ മഹി മോചിപ്പിച്ചില്ല.